ദക്ഷിണേന്ത്യയിലെ മയക്കുമരുന്ന് കടത്ത് സംഘത്തിന്റെ തലവനാണ് ഇടുക്കി സ്വദേശി ഷാജിമോൻ എന്ന മൂർഖൻ ഷാജി. പശ്ചിമബംഗാൾ, ഒഡീഷ, ബീഹാർ, ആന്ധ്ര എന്നീ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് ഹാഷിഷ് ഓയിൽ നിർമ്മിച്ച് വിദേശത്തേക്ക് കടത്തുന്ന കണ്ണിയിലെ പ്രധാനി. ഇടുക്കിയിൽ കള്ളവാറ്റിൽ തുടങ്ങിയ ഷാജി സിനിമാ കഥകളെ വെല്ലുന്ന രീതിയിലാണ് മയക്കുമരുന്ന് സാമ്രാജ്യം കെട്ടിപ്പടുത്തതും ഡോണായി വളർന്നതും. കഴിഞ്ഞ ദിവസം മധുരയ്ക്ക് സമീപം ധാരാപുരത്തുനിന്ന് പിടിയിലായതോടെ ഷാജിയുടെ ലഹരി കേന്ദ്രങ്ങളും സംഘാംഗങ്ങളും എക്സൈസിന്റെ നിരീക്ഷണത്തിലാണ്. ഇനി ലഹരിമരുന്ന് കടത്തിലെ കണ്ണികളെ കൂടി കണ്ടെത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ. കഴിഞ്ഞ 5 വർഷമായി എക്സൈസ് തേടി നടന്ന പ്രതിയാണ് ഇടുക്കി അടിമാലി പറത്താഴത്ത് വീട്ടിൽ ഷാജിമോൻ. മൂർഖൻ ഷാജി എന്ന് വിളിപ്പേരുള്ള ഷാജിമോനെ കഴിഞ്ഞ ദിവസം പുലർച്ചെ മധുരയ്ക്ക് സമീപം ധാരാപുരത്ത് വെച്ചാണ് എക്സൈസ് സംഘം അതിസാഹസികമായി കീഴ്പ്പെടുത്തിയത്. സംസ്ഥാനത്ത് 4 ലഹരിമരുന്ന് കടത്ത് കേസുകളിൽ റിമാൻഡിലായിരിക്കെ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം നേടിയ ഷാജി സുപ്രീം കോടതി ജാമ്യം റദ്ദ് ചെയ്തതോടെ ഒളിവിൽ പോവുകയായിരുന്നു. നക്സൽ മേഖലകളിലുള്ള സ്വാധീനമാണ് ദീർഘനാൾ ഒളിവിൽ കഴിയാൻ ഇയാളെ സഹായിച്ചത്. ഇതിനിടെ പാലക്കാട്ട് 22 കിലോ ഹാഷ് ഓയിൽ പിടികൂടിയ കേസിൽ ഷാജിക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തി പ്രതിയേർത്തിരുന്നു. തുടർന്ന് എക്സൈസ് ക്രൈം ബ്രാഞ്ച് ഷാജിക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കുകയും ചെയ്തു. എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡാണ് 50-കാരനായ ഷാജിയെ പിടികൂടിയത്. ഇടുക്കിയിൽ കള്ളവാറ്റിൽ തുടങ്ങിയ ഷാജിമോൻ ഹാഷിഷ് ഓയിൽ തുറമുഖങ്ങൾ വഴി വിദേശത്തേക്ക് കടത്തുന്നതിലൂടെയാണ് അധോലോക നായകനായി മാറിയത്. കഴിഞ്ഞ മെയ്യിൽ തമിഴ്നാട്ടിലെ ശ്രീരംഗത്ത് വെച്ച് മൂർഖൻ ഷാജിയുടെ സംഘവും എതിർ സംഘവുമായി ഏറ്റുമുട്ടലുണ്ടായിരുന്നു. തുടർന്ന് ശ്രീരംഗം പോലീസിന്റെ പിടിയിലായെങ്കിലും അവിടെ നിന്നും അതിവിദഗ്ധമായി ഇയാൾ രക്ഷപ്പെട്ടു. വിവിധ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് മൂർഖൻ ഷാജിയുടെ ലഹരിമരുന്ന് സാമ്രാജ്യം. കൊടൈക്കനാലിലും ദിണ്ടിഗലിലുമെല്ലാം ഇയാൾക്ക് റിസോർട്ടും സ്ഥലങ്ങളും വീടുകളും ഉണ്ടെന്നാണ് വിവരം. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതോടെ ലഹരിമരുന്ന് കടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് എക്സൈസ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.